ഒരു നാട് മൊത്തം ആഘോഷമാണ്. ആ കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മുടെ ചിറക്കര. ചേട്ടാ കപ്പലിൻ്റെ ഉണ്ടാ നല്ലോണം ഒരു സെറ്റ് ചെയ്ത് ഒന്നെടുത്ത് കപ്പലിൻ്റെയും കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളിന്ന് നിൽക്കുന്ന ചിറക്കര ഉത്സവത്തിനാണ്. അപ്പോൾ ഈ ചിറക്കര ഉത്സവം എന്ന് പറയുമ്പം ഒരു പ്രത്യേക വെറൈറ്റി വൈബാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഈ വർഷം ഒരു കുടപ്പന്തലൊക്കെ ഉണ്ട്. ആ ഒരു കുടപ്പന്തലും പിന്നെ മാത്രമല്ല ചിറക്കര എന്ന് പറയുമ്പോൾ തന്നെ ചിറക്കര ചന്തയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ചന്ത, യഥാർത്ഥ ചന്ത ലാസ്റ്റ് ദിവസമാണ്. രാവിലെ മീനും അതും ഇതുമൊക്കെ ഉണ്ട്. ഇന്ന് നൈറ്റ് അല്ലാത്ത നമുക്ക് ഈ ഒരു ചന്തയുടെ ഈ വിപണിയൊക്കെ ഒന്ന് കാണാം. നമ്മുടെ മുറം, കുട്ട, വട്ടി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതും എല്ലാം ഉള്ള ഒരു ഭയങ്കരമായ ഒരു ഉത്സവമാണ് ചിറക്കര ഉത്സവം. സുഖം തന്നെ. ചായ ഉണ്ടോ? ഇങ്ങനെ തിരക്കി നടക്കുകയായിരുന്നു. ഇവിടെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇച്ചിയും കൂടി വേണേ നല്ല ഇതും സോസൊക്കെ ഇട്ട ഒരു കിടിലം സാധനം. ഈ ഉത്സവത്തിന് വരുമ്പോൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് കോളിഫ്ലവർ ബജി. എല്ലായിടത്തും ഈ ബജിക്കാണ് തിരക്ക് കൂടുതൽ, കോളിഫ്ലവർ. അപ്പോഴത്തേക്ക് കണ്ടെന്താ നമുക്ക് ചായയും കൊണ്ടുവന്നല്ലേ, ചൂട് ചായ. നിനക്കെന്തുവാണ് വേണ്ടത്? ബജി തരത്തില്ല. ഈ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കടയിൽ നിന്നാണ് എപ്പോഴും വന്നാൽ ബജിയും ചായയും കഴിക്കുന്നത്. അങ്ങനെ അതാ ഇവിടെ എത്തി. നമുക്ക് കിട്ടി. അവിടെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ സൈഡിലോട്ട് മാറി. ബജി തിന്നാനായിട്ട് ഉത്സവത്തിന് വരുന്ന കുട്ടി ബജി മാത്രം തിന്നുക എന്നുള്ള ലക്ഷ്യം. ഇത്രയും തിരക്ക് നൈസിന് ഒന്ന് ബജി വിടും. അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചിറക്കര ചന്തയ്ക്കകത്ത് നിൽക്കുവാണ്. ഇപ്പം രാത്രിയാണ്. ഞാൻ വന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ കൊട്ട, വട്ടി, അപ്പോൾ ഇവിടെ ഈ മെത്തപ്പ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മെത്തപ്പ നിങ്ങളൊക്കെ കേട്ടാണുണ്ടോ? പണ്ടുള്ളവർക്കറിയാം മെത്തപ്പായുടെ കാര്യങ്ങൾ. അപ്പം നമുക്ക് മെത്തപ്പ ഇവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മെത്തപ്പ എന്താണെന്ന്. മെത്തപ്പ നോക്കിയാലേ നമുക്ക്. പിന്നെ നമ്മൾ പണ്ട് പിറ്റിങ്ങിൽ ചന്തയിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു. ഇന്ന് ഈ മെത്തപ്പ കാണിച്ച് കുറേ പേർക്ക് അതൊക്കെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് വന്നപ്പം ഞാൻ വന്ന ഉടനെ ചോദിച്ചു മെത്തപ്പ ഉണ്ടാകുന്നു. മെത്തപ്പ ഉണ്ടല്ലോ, നമുക്കൊന്ന് നോക്കിയാലേ. പിന്നെന്താ കാണാം. ഇതാണ് മെത്തപ്പ. അന്നേരം നിങ്ങൾക്ക് ഇത് നോക്കി എടുക്കാൻ പറ്റുമെന്നല്ലേ എടുക്കാം. നോക്ക്, കാഴ്ച കാണാം. പിടിച്ചു നോക്കാം. 10-28 ദിവസം എടുക്കും ഒരു പാ ചെയ്തെടുക്കും. ഇത് 10-28 ദിവസം എടുക്കും ഒരു പാ നെയ്തെടുക്കുമ്പോഴത്തേന്. അന്നേരം അത് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതിനെ കൊണ്ടാണ് ഈ പാ ഓരോ കൈകാൽ കൊടുക്കപ്പെടുന്നത്. മെയിനായിട്ട് വാദത്തിന്റെ അസുഖത്തിന് പ്രധാനപ്പെട്ടതാണ് മെത്തപ്പ. അതാണ് ഈ പായുടെ ഗുണം. ഇത് നമ്മളെ കൈതോലപ്പ, കൈത, നമ്മളെ ഈ കുളത്തിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന കൈത വെട്ടിയെടുത്ത് പുഴുങ്ങി ഉണക്കി നെയ്തെടുക്കുന്ന സാധനമാണ്. ഇത് നല്ല രീതിയിൽ ജോലിയുള്ളതാണ്. അന്നേരം അതിനനുസരിച്ചുള്ള ബെനിഫിറ്റും ഉണ്ട്. ഇത് വിലയും കൂടുതലാണ്. അതിനനുസരിച്ച് ഗുണവും ചെയ്യും ഈ പായ. അതാണ് ഈ പായുടെ ഗുണം. ഒരുപാട് ഡിമാൻഡ് ഉള്ളതാണല്ലേ ഇത്? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ നട്ടല് വേദന, വാദത്തിന്റെ അസുഖം, കൈയാൽ കൊച്ചിപ്പെടുത്തുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ളവർ 2 ആഴ്ച കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ പെട്ടെന്ന് വിട്ടുമാറുന്ന ഒരു സംഭവമാണ് മെത്തപ്പ. അതാണ് ഈ പായുടെ ഗുണം. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് ഡിമാൻഡുള്ള സാധനമാണ്. ഈ കിട്ടാൻ എങ്ങും ഇല്ല. നമ്മൾ ഈ കടയിൽ പോയാൽ സാധനം ഇതിപ്പോൾ കിട്ടാനില്ല. ഇതിപ്പോൾ ചെയ്യാൻ ആളുമില്ല. കൈത ഉള്ളിടത്ത് ഇത് ചെയ്യാൻ ആളില്ല. ഇതിപ്പോൾ ഉള്ളിടത്ത് ചെയ്യാൻ ആളുള്ളിടത്ത് കൈതയും ഇല്ല. അതാണ് ഈ സംഭവം വരുന്നത്. സംഭവം ഈ 3500 രൂപയെന്ന് കേൾക്കുമ്പോൾ ഇത് പുറത്ത് കടയിൽ ഈ പൈസ കൊടുത്താലും സാധനം കിട്ടാനില്ല. നമ്മുടെ ചിറക്കര ചന്തയിൽ വന്നാൽ കിട്ടും. അത് തന്നെ, കടയിൽ വരും. പക്ഷേ ഇച്ചിരി സെക്കൻഡ് ക്വാളിറ്റി ആയിരിക്കും അത് വരുന്നത്. അത് വില കുറച്ച് കിട്ടും. കൈതോലപ്പ. പക്ഷേ അത് സെക്കൻഡ് ക്വാളിറ്റി കിട്ടിയിട്ട് കാര്യമില്ല. ഫസ്റ്റ് ക്വാളിറ്റി തന്നെ കിട്ടണം. നല്ല പാ കിട്ടിയെങ്കിൽ മാത്രമേ അത് നമുക്ക് ശരീരത്തിന് ഫലം ചെയ്യത്തുള്ളൂ. 3 ഐറ്റംസ് വരുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റാണ് ഗുണം ചെയ്യുന്നത്. ചെറിയ തഴയ്ക്കാണ് ഫലമുള്ളത്. വലിയ തഴയ്ക്ക് പ്രാധാന്യം കൊടുക്കാറില്ല ആരും. അതാണ് ഈ പായുടെ ഗുണം. പിന്നെ ഇതാണ്ട് ഇതും തഴപ്പാണ്. ഇതിനകത്ത് കിടന്നാലും ഗുണങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിൻ്റെ അത്രയും ഗുണങ്ങൾ ഇതിനകത്ത് വരത്തില്ല. അതാണ് ഈ പായെക്കുറിച്ച് പറയാനുള്ളത്. ആ മാത്രമല്ല നമ്മുടെ ഈ കൊട്ടാവട്ടി, മുറം എല്ലാം ഉണ്ട്. കച്ചവടം അങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, തിരക്കുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്. നമ്മുടെ ചിറക്കര അല്ലെങ്കിൽ ചിറക്കര അല്ലെങ്കിലും ശരി തന്നെ. നമുക്ക് പ്രധാനപ്പെട്ട അതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നവരെല്ലാവരും സാധനങ്ങൾ മേടിക്കാതെ പോകാറില്ല, പോകത്തുമില്ല. നല്ലൊരു വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലമാണ് ചിറക്കര. ഈ അമ്പലത്തിൽ ഈ നടയിൽ വന്നിട്ടുള്ളവരെല്ലാവരും ഒരു തവി അല്ലെങ്കിൽ ഒരു ചൂല് ഏതെങ്കിലും ഒരു ഐറ്റം മേടിക്കാതെ പോയിട്ട് കാണുന്നില്ല. ഒരു സാധനം പോലും കയ്യിലില്ലാതെ പോകുന്നത്. കാര്യം എല്ലാ ആൾക്കാരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഒരു ഐറ്റം കാണാതിരിക്കുക. ഇതിലൊക്കെ കാണും. ഏതെങ്കിലും ഒരു ചെറിയ സാധനങ്ങളും കാണും. അതിനെക്കൊണ്ട് ഇവിടെ ഞാൻ 10-25 വർഷം കൊണ്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. നല്ല കുഴപ്പമൊന്നുമില്ല, കച്ചവടം നടക്കുന്നുമുണ്ട്.
ഏതായാലും ഉത്സവ ആശംസ. ആ, ചിറക്കര ദേവിയുടെ ഘോഷയാത്ര ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ആദ്യം പടുക്ക പോവും, പുറകിലായിട്ട് താലപ്പൊലി. കണ്ടില്ലേ? ഇതൊക്കെ ക്ഷേത്രത്തിലേക്ക് കയറിയ ശേഷമാണ് ദേവിയെ കാണാനായിട്ടുള്ള ആ എഴുന്നള്ളത്ത് ഭഗവാന്റെ. ഇവിടെ കണ്ടില്ലേ, ഉരുൾ നേർച്ചയുണ്ട്, കുട്ടികളെ കൊണ്ട് ഉരുൾ നേർച്ച. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു മോനെ കൊണ്ട് അവിടെ ഉള്ളിക്കുന്ന കണ്ടില്ലേ. അപ്പം വേറെയും കുട്ടികളുണ്ടായിരുന്നു, അവരൊക്കെ ക്ഷേത്രത്തിന് ചുറ്റും നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഘോഷയാത്ര ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. വളരെ ഭക്തി നിർബലമായ ഈ ഒരു കാഴ്ച ചിറക്കര ദേവിയുടെ. ഈ കഥയ്ക്ക്, ഈ ഒരു ഘോഷയാത്രയ്ക്ക് പിന്നിലൊക്കെ ഓരോ കഥകളുണ്ട്. ഇത് എങ്ങനെ അകത്ത് കയറ്റും എന്നാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ചെറിയ വാതിലല്ല, അതൊക്കെ നാക്കിനെ അവർ പിടിച്ച് സൈഡിൽ കൂടി അങ്ങ് അകത്ത് കയറ്റി കൊണ്ടുപോയി. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ വാതിലിൽ കൂടി എങ്ങനെ കയറുമെന്നുള്ളത്. അതിപ്പം ക്ലിയറായി. നല്ലതുപോലെ അവരെടുത്ത് ഘോഷയാത്ര അകത്ത് പ്രവേശിച്ചു. നമ്മുടെ ഗജവീരൻ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. വളരെ നല്ല ഉത്സവ കാഴ്ചകളായിരുന്നു നമ്മുടെ ചിറക്കര. നമ്മുടെ ചിറക്കര ചന്തയുടെ അകത്തൂടെ നടക്കുവാണ്. അപ്പം ഇത് നൈറ്റാണ്. ഇനി രാവിലെ ഇതിലും ഗംഭീരമായ ചന്തയും കാഴ്ചകളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് കാണാം.